ഞാൻ അത് വേറൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട്. വി എസിനെ ഈ ഏതെങ്കിലും ഇത് എന്തെങ്കിലും വലിയ വികാര വിക്ഷുബ്ധനാക്കിയ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വി എസ് പറഞ്ഞത് 1-2 മരണങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കുട്ടനാട്ടിലെ ഒരു ജോസഫ് എന്ന് പറഞ്ഞ സഖാവിൻ്റെ മരണം വല്ലാതെ വേദനിപ്പിച്ചു. അത് കഴിഞ്ഞ് സൈമൺ ആശാൻ്റെ മരണം വേദനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വേദനിപ്പിച്ച മരണം കൊല്ലത്തുള്ള ശ്രീധരൻ NS എന്ന് പറയുന്ന N ശ്രീധരൻ്റെ മരണം. അതൊക്കെ വി എസിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ വി എസ് പറഞ്ഞ ഒരു മരണം EMS. അപ്പോൾ EMSൻ്റെ മരണവും വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ കരയാതിരിക്കാൻ എനിക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു എന്നാണ് വി എസ് പറഞ്ഞത്. ഈ വി എസ് വളരെ അസുഖമായി കിടപ്പിലായ ഒരു ഘട്ടത്തിൽ വി എസിൻ്റെ മകനോട് ഡോക്ടർ പറഞ്ഞു, വളരെ അടുപ്പമുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വി എസിൻ്റെ മകൻ അരുൺ വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അരുണും ഉണ്ട്, വി എസിൻ്റെ മകൾ ഡോക്ടർ ആശയും ഉണ്ട്. അപ്പോൾ അവർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വി എസ് അവിടെ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞ നിയമസഭയുടെ അവസാന MLA ആയിരുന്ന സമയത്താണ്, അതായത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് വി എസ് മുഖം നിറഞ്ഞങ്ങ് ചിരിച്ചു. ഇങ്ങനെ ചിരിച്ചിട്ട് വന്നു. അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോഴാണ് സ്ട്രോക്ക് വന്ന ഒരു ഇതാണ്. ഇപ്പോൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മുഖം നിറഞ്ഞ ചിരി കണ്ടതും ആശ പറഞ്ഞു, സ്വന്തം ആളിനെ കണ്ടപ്പോൾ ചിരിക്കുന്ന ചിരി കണ്ടോ എന്ന് ആശ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും കിടന്നാൽ പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ എക്സസൈസൊക്കെ ചെയ്ത് വേഗം വരണ്ടേ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി നിയമസഭയിൽ പോകേണ്ടതുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും മുഖം നിറഞ്ഞ ചിരിയായിരുന്നു മറുപടി. ആ ചിരിയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്.